ഹലോ ഗൈസ്, P3 ഫാമിലിയിലേക്ക് സ്വാഗതം. ഒരു നാടൻ മീൻകറി വെച്ചാലോ? അപ്പോൾ എല്ലാം പോലെ തന്നെ ആദ്യം ചട്ടി വെക്കുന്നു, പിന്നെ എണ്ണ ഒഴിച്ചു, ഉലുവ ഇട്ടു, കടുകിട്ടു. ഇത് രണ്ടും പൊട്ടി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് അതിനെ നന്നായിട്ട് ബ്രൗൺ ആകുന്നിടം വരെ നന്നായിട്ട് തന്നെ സോട്ട് ചെയ്യണം. അങ്ങനെ നല്ല ബ്രൗൺ ആയിട്ട് വരുമ്പോൾ പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, ഇത് ഞാൻ വെക്കുന്നത് അടുപ്പിലാണ്. അപ്പം ഉണ്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അടുപ്പിൽ വെക്കുമ്പോൾ, അതും മൺചട്ടി വെക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ ഇത് മീൻകറി വെക്കുന്ന മൺചട്ടിയാണ് കണ്ടോ ഗൈസ്, ഇത് അടുപ്പാണ്. അപ്പം നമുക്കൊരു നല്ല മീൻകറി വെക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് തന്നെ മൂപ്പിക്കണം. അപ്പോൾ അതിനൊരു കളർ ചേഞ്ച് വരും, മണവും മാറും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ സമയമാകുമ്പോൾ കുറച്ച് വെള്ളവും കൂടി ഒഴിക്കണം ഗൈസ്. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മീനൊക്കെ കഴുകി നല്ല ചെറിയ കഷ്ണങ്ങളാക്കി റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇത് ഏകദേശം ആ ഒരു കളർ വരെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 2 കപ്പ് വെള്ളം അത്യാവശ്യം വേണം. അപ്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ വേണ്ടി തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നല്ല പോലെ തിളച്ച് കഴിയുമ്പോൾ കൊടുത്ത് തന്നെ കേട്ടോ ഗൈസ്, ഞാൻ മാങ്ങ ഇടുന്നുണ്ട്. ഇതൊരു നാടൻ കറിയല്ലേ, അപ്പം നമുക്ക് മാങ്ങ ഇട്ടുണ്ടാക്കാം. ഇത് മാങ്ങയാണ് ഗൈസ്. മാങ്ങ ഇച്ചിരി വലിയ കഷ്ണങ്ങളായിപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പം മാങ്ങയും ഈ മുളകും എല്ലാം കൂടെ കൊടുത്ത് ഉപ്പും കൂടി ഇടണം കേട്ടോ ഗൈസ്. ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇതിനെ തിളച്ച് കഴിഞ്ഞിട്ട് നല്ല വെട്ടി തിളച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇടാൻ വേണ്ട ഗൈസ്. അപ്പോൾ തിളയ്ക്കാൻ വേണ്ടി വെച്ചേക്കാം. നമ്മൾ ഗ്യാസിനേക്കാൾ സ്പീഡിൽ നമ്മുടെ അടുപ്പ് കത്തും ഗൈസ്. പിന്നെ നമുക്ക് പുകയും ഒക്കെ കണ്ണിലേക്ക് അടിക്കും, ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഇനി നമുക്കതിലേക്ക് കുറച്ച് ഇതാണ് മീൻ കഷ്ണങ്ങൾ ഗൈസ്. ഇത് പുല്ലനാണ്, നാടൻ മീനാണ്, ഈ കായലുകളിലും ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അതിനെ നല്ല മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിനെ തിളച്ച ഈ മീനിലേക്ക് പയ്യെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് അവിടെ ഇരുന്ന് പയ്യെ തിളയ്ക്കണം ഗൈസ്. നമ്മൾ തീ അത്യാവശ്യം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടുന്ന് മാറി നിൽക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇതങ്ങനെ തിളച്ച് ഏകദേശം പറ്റാറായി ഗൈസ്. പറ്റി കഴിയുമ്പം ഇതിനകത്ത് നിന്ന് എണ്ണയൊക്കെ ഇറങ്ങും. നല്ല രുചിയാണ് ഗൈസ്, നല്ല മണം വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഏറെക്കുറെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നാടൻ പുല്ലൻ കറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം. ബൈ.